വെൽക്കം. അപ്പം നിങ്ങൾ നമ്മൾ കോലം കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മളെന്താ പരിപാടിയാണ്. നമ്മളിവിടെ പയ്യന്നൂർ പെരുമ്പാക്കടുത്തില്ല എക്കോ തണൽ പാർക്കിൽ തണൽ എക്കോ പാർക്ക് സോറി അവിടെ ബോട്ടിങ്ങിന് വന്നേക്കാം. വിഷയമാണ് നമ്മളിപ്പോൾ ഒത്ത കയ്യിൽ തടുക്കുക. അടിയനാണ് ഇപ്പോൾ നമ്മളെ ബോട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വിറച്ച് നല്ലൊരു കിട്ടുന്ന എക്സ്പീരിയൻസ് കേട്ടോ. ചെറിയ പൈസക്ക് നമ്മുടെ പയ്യന്നൂരാർക്കൊക്കെ വരാൻ പറ്റിയ കിട്ടുന്ന സാധനമാണ്. എന്നാൽ പയ്യന്നൂരാർക്കൊക്കെ അറിയാൻ തോന്നുന്നു. എന്നാലും കൂടുതലും അറിയാത്തവരെ കുറേ പേരൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനത്തെ പരിപാടിക്ക് ഉണ്ട്. അവരൊക്കെ 150 രൂപ കേട്ടോ. അല്ല ഒരാൾക്ക് 50 രൂപ. നമ്മൾ 3 150 രൂപയാണ് ചാർജായ. നല്ല സീനറിയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാം. എന്താ പിന്നെ കാലിന് നല്ല ആരോഗ്യം വേണം കേട്ടോ. അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി ഉണ്ടോ? ഹൊയ് 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 അവിടെയും ചവിട്ടുന്നു ഇവിടെയും ചവിട്ടുന്നു. പേടിച്ച് നിൽക്കുന്നു. നമുക്ക് രണ്ടൊക്കെ പേടിയില്ല. നമ്മൾ പോകണ്ട, ഒരു പേടിയില്ല. പക്ഷെ ഇവിടെ നോക്ക് പേടിച്ചു. വിഷയാട്ടോ അത് തീകുന്നില്ല. എന്താ സുഖം നടുക്കിരിക്കുന്നതാക്കിയത്. സംഭവം കുറച്ച് വിഷയാട്ടോ. സാധനം ചവിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ഇവൻ ഇതെങ്ങനെ എങ്ങനെ തിരിച്ചു വണ്ടി എടുക്കലും നടക്കൂല. കാലം അത് ജിമ്മിൽ പോയിട്ട് ലെഗ് ഡേ ചെയ്ത പോലെ ഇരിക്കും. ഇവിടെ എന്റെ കൺട്രോൾ നീ ഇത് കൺട്രോൾ പിടിച്ച അങ്ങോട്ട് പോടാ. എന്നതാ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആകാശം കായലിനോട് കലർന്നിട്ടൊരു നല്ലൊരു ചെറിയൊരു ആകാശത്തിനൊരു ചുവന്നൊരു നിറമുണ്ട്. ഇങ്ങനെ കാണാൻ കാണുമോ അറിയില്ല. കണ്ട അപ്പം അതിങ്ങനെ വെള്ളത്തിൽ പ്രതിഫലിച്ചിട്ട് കണ്ട മൊത്തത്തിലൊരു നല്ലൊരു അനുഭവമാണ്. നമ്മൾ മാത്രമല്ല കുറച്ച് ആൾ കൂടി ഇങ്ങനെ വരുന്നുണ്ട്. മോശമില്ലാത്തൊരു ഭംഗിയാണ്. നമ്മളിപ്പോൾ വെള്ളത്തിൽ ഡ്രിഫ്റ്റ് അടിക്കുകയാണ്. ഡ്രിഫ്റ്റ് ഇല്ലതാ അവിടെ എല്ലാം ആൾക്കാരുണ്ട്. കണ്ടാ എനിക്ക് വരികയാണ്. അങ്ങോട്ട് പോ അത് മുതലേ ക്ഷീണം പഠിച്ചോ. സംഭവം നൈസാണ്. പക്ഷേ ആ കൂടെ ഒറ്റ പ്രശ്നമുള്ളൂ, കാലിൻ്റെ ഒരുപാടളവ്. അതുമല്ല ഈ നടുക്കടലിൽ ഈ നടുക്കായലിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു റെസ്ക്യൂ ടീം ഇറങ്ങി തരാൻ ചെയ്തിട്ട് ഇത് സീനൊന്നുമില്ല കേട്ടോ. ചുറ്റും വണ്ടിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ശരീരം അധ്വാനിച്ച് അല്ലെങ്കിൽ വലിയ പണിയൊന്നും ചെയ്യാത്ത എന്നെപ്പോലെയുള്ള ആൾക്കാരാണെങ്കിൽ ഈ പരിപാടിക്ക് വരാൻ പാടില്ല. ഇതിന് മെയിൻ ഇഷ്യൂ ഇത് പിന്നെ നടുക്കിയിരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കണ്ട നിങ്ങൾ വിചാരിക്കും
നമ്മളിപ്പോൾ മറ്റേ ഇവിടെ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുക, പേടിച്ച് വിറപ്പിച്ച് ഇപ്പം ചാവുന്ന പറഞ്ഞ അവസ്ഥയിലിരിക്കുക. അപ്പോൾ നമ്മൾ സ്പീഡ് ചവിട്ടിയിട്ട് കര പിടിക്കാൻ പോവാം. 20 മിനിറ്റ് ആട്ടോ ഇവിടുത്തെ ടൈം. 20 മിനിറ്റിനാണ് പിന്നെ ഒരാൾക്ക് 50 രൂപ. നമുക്ക് ഒറ്റക്കായിട്ട് വേണമെങ്കിൽ ഒറ്റക്കായിട്ട് ചവിട്ടി നീക്കാൻ പറ്റുമെങ്കിൽ ഒറ്റക്കായിട്ട് വരാം. പിന്നീട് ആരും ഒറ്റക്കായിട്ട് ഒന്നും എടുക്കരുത്, ഭയങ്കര വിഷമം വരും. കയാക്കിംഗ് ഉണ്ട് കേട്ടോ. നമുക്കെല്ലാം മസിൽ പിടുത്തം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇതിന് വരാണ്ടിരിക്കുന്നത് നല്ലത്. അവിടെ കയാക്കിംഗ് ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, കണ്ടോ അവിടെ കയാക്കിംഗ് ഉണ്ട്. കയാക്കിംഗ് ഒക്കെ ആണെങ്കിലും 2 പേരാണ്. പിന്നെ ഇത്രയൊക്കെയുള്ള കേസ്. നമ്മൾ വന്നപ്പോൾ നമ്മളെല്ലായിടത്തും പരിപാടിക്ക് ഒരു വൈകുന്നേരമാവും. പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ആകാശം ഇതൊക്കെ ഒരുമിച്ച് കാണാൻ കുറച്ചും കൂടി നല്ല കണ്ടോ ആകാശത്തെ അവിടെ. എവിടെ അതിൻ്റെ സ്റ്റേഷൻ? അതല്ലേ അറിയാത്ത ഇവിടെ അല്ലേ? ഇവിടെ അവിടെ ആ കാണുന്നേ, അടുത്തെത്തി. ബാക്കിലോട്ട് ഇതിൻ്റെ എൻജിൻ സെറ്റ് വരുന്നത്. നമ്മൾ ഫ്രണ്ടിൽ ചോട്ടും മതി. രാജകീയ ഇരുത്തമല്ലേ, ഒന്നും അറിയണ്ടല്ലോ. നിങ്ങൾ ഇതിനു മുമ്പ് നമ്മളെ മറ്റേ തിരുനെറ്റി കയറിയ വ്ളോഗ് കണ്ടിട്ടുണ്ടോ? അതിനെക്കാട്ടി കൂടുതൽ പദവത് അതൊക്കെ പറഞ്ഞതാ. നമ്മളിങ്ങോട്ട് കയറുന്നതിന് മുമ്പ് 2 ഹിന്ദിക്കാരെ ഇങ്ങോട്ട് കയറിയായിരുന്നേ. അവന്മാർ കൂളായിട്ട് സിമ്പിളായിട്ട് സൈക്കിൾ കിട്ടുന്ന ഒരു സാധനം അവിടെ കൊണ്ട് വെച്ച്. അങ്ങനെ നമ്മൾ സ്റ്റേഷനെത്തി. ഉപ്പാട് ഇളകി എന്ന് പറഞ്ഞാൽ ഉപ്പാട് ഇളകി. ഡ്രിഫ്റ്റ്, ടോക്കിയോ ഡ്രിഫ്റ്റ്. എനിക്ക് വയ്യടാ ഡ്രിഫ്റ്റ് ചെയ്യാൻ. ഇവിടെയായിട്ട് എന്നെ കൺട്രോൾ. അടിയാണാണ് ഇപ്പോൾ നമ്മളെ കപ്പിത്താൻ. ക്യാപ്റ്റൻ അമേരിക്ക, സോറി ക്യാപ്റ്റൻ ജാസ്പറോ. ഇങ്ങോട്ട് ചിക്കൻ അടുത്ത പ്രാവശ്യം വന്നിട്ട് കുറച്ചും നേരത്തെ പോകണം. താക്കോലൊക്കെ ഉണ്ടോ എന്തോ? ഞാൻ കിടപ്പടിക്കുന്ന എനിക്കറിയത് കേൾക്കും. ഇതൊക്കെ നല്ല BGM ഇട്ടങ്ങ് കയറ്റാം. ഇതൊക്കെ എന്തിനും ഇടണം സത്യമല്ലാതെ. കരക്കൂടെ വണ്ടിയിരിക്കുന്നുണ്ടോ? എടുക്കും കേട്ടോ. ഇറങ്ങാൻ ശിവനെ ഇവിടെ നല്ല എക്സ്പീരിയൻസ്. പത വരും. ഇവനെ എൻ്റെ മെയിൻ ആണ്.